ഹോം സ്റ്റേ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ബോച്ച തീർച്ചയായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വരേണ്ടതായിട്ടാണ് തോന്നുന്നത്. കാരണം രാഷ്ട്രീയക്കാരുണ്ടാണെങ്കിലും ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. രാഷ്ട്രീയക്കാരില്ലാത്ത പണം ഉണ്ടായിട്ടും കാര്യമില്ല. അതെ 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 അല്ലേ, ഒരു രാഷ്ട്രീയം എന്തായാലും നിർബന്ധമായിട്ട് വേണം അല്ലേ. രാഷ്ട്രീയക്കാരെ പഠിപ്പിക്കാൻ രാഷ്ട്രീയം തീർച്ചയായിട്ടും വേണം. കാരണം എന്താ ഇത്രയും രാവിലെ തലേ ദിവസം വരെ ആളുകൾ വന്നിട്ട് തമ്പടിച്ച് നിൽക്കാൻ ഇവിടെ ജാമ്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ നിന്നുള്ള കാര്യം ഇവിടെ എത്തിയിട്ടില്ല. ജഡ്ജി രാവിലെ ജാമ്യം കൊടുത്താളെ കൊടുത്തിട്ടുണ്ട്. കോർട്ട് ഓർഡറിൻ്റെ കള്ളാസും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടില്ല ജയിലിൽ. ഓഫീസ് വർക്കിൻ്റെ അവിടെ നിന്നുള്ള പിഴവെത്തിക്കേണ്ടത് നമ്മളെ പറയാൻ അറിയില്ലല്ലോ. സാധനം ഇവിടെ കിട്ടിയില്ല. നാളെ കൂടുതൽ വർത്തമാനങ്ങളില്ല. ബോച്ചയ്ക്ക് ദോഷം ചെയ്യരുത്. ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് പേപ്പർ നാളെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമുക്കിപ്പോൾ കിട്ടിയ ഞാൻ കാണിച്ചു തരാം. ഹലോ, സന്തോഷമായി കോച്ചിൽ നിന്ന് നമ്മളോട് ഉണ്ടല്ലോ.
നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് റിലീസ് ആകില്ല എന്നുള്ളതാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഒരു സീൽ വെച്ചിട്ടില്ല, ഓർഡറിൽ ഒരു സീൽ വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ശരിയാണോ ഇല്ലെന്ന് അറിയില്ല. കാര്യം രാവിലെ മജിസ്ട്രേറ്റ് ജഡ്ജി ഓർഡർ ഇട്ടതാണ് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം അനുവദിക്കും എന്നുള്ളത്. അത് കഴിഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കാം. കാര്യം സീൽ വയ്ക്കാൻ തിരിച്ചവിടെ കൊണ്ടുപോയി അപ്പോഴേക്കും അവിടെ കോടതി ഓർഡർ ഓഫീസ് പൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു വ്യക്തത ഇതേവരെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഒരു 7 മണി വരെ വെയിറ്റ് ചെയ്യും. അത് ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് 10 മണിക്ക് തുറക്കുമല്ലോ. അപ്പോൾ ഒരു 11 മണിക്കകത്ത് റിലീസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൂടി ബോച്ച ഇവിടെ തന്നെ കഴിയണമെന്നാണ്. അതെ, ഇതിപ്പോൾ ഒരു അജണ്ടയുടെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. കാര്യം എത്രയോ മണിക്കൂറിന് മുന്നേ പുറത്തുവിടേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തോ ഒരു നെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആദ്യം മുതലേ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഒരു ദിവസവും കൂടി കിടത്തുക. എവിടെയെങ്കിലും നമ്മൾ കേട്ട് കഴിയുണ്ടോ? ഏതൊരു കേസിൽ പ്രതിയായാലും തീർച്ചയായിട്ടും ഒരു ദിവസം അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ജയിലിൽ ഇടാൻ പാടില്ല എന്നാണ് കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഉറപ്പായിട്ടും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാറ്. തീർച്ചയായും ഒരു വ്യക്തിയോട് കാണിക്കുന്ന, ഇപ്പോൾ ബോച്ച എന്നല്ല, ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതിന് ഈ ബോച്ചയുടെ ഫാൻസ് ആയാലും ശരി, ഓൾ കേരള മെൻസോണിൻ്റെ ആൾക്കാരായാലും ശരി, എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടണം. ഒരു പുരുഷൻ, ഒരു പെണ്ണായിരുന്നെങ്കിലോ നേരെ തിരിച്ച് ഹണി റോസാണ് ഇതിനകത്ത് ജയിലിലെങ്കിൽ നിമിഷങ്ങൾക്കകം അവരെ റിലീസ് ചെയ്ത് വിട്ടേനായിരുന്നല്ലോ. അപ്പോൾ ബോച്ച ആയതുകൊണ്ട്, ഒരു പുരുഷനായതുകൊണ്ട് എന്തും ആകാമെന്നുള്ള ഒരു തോന്നിവാസമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മീഡിയയും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം. കാര്യം ഇതുപോലുള്ള കാര്യങ്ങളിൽ നീതി ഉറപ്പാവണം. ആർക്കായാലും ഇവിടെ നീതി കിട്ടുന്നില്ല, അത് പുരുഷന്മാർക്കാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൊലപാതകം ചെയ്തിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, ഒരു പെണ്ണിൻ്റെയും കഴുത്തറുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തെ ഈ ജയിലിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഖേദകരമാണ്. നമുക്കറിയാലോ അദ്ദേഹത്തിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ രൂപീകരിച്ചാണ് വയനാട് ജാമ്യം പോലും എടുക്കാനുള്ള സമയം കൊടുക്കാതെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികളുണ്ടായിരുന്നല്ലോ, പ്രതികളെന്ന് ആരോപിച്ചവരുണ്ടായിരുന്നല്ലോ. അവർക്കൊന്നും ഇതൊന്നും അല്ലായിരുന്നല്ലോ. ആഴ്ചകളും മാസങ്ങളുമാണ് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത്. ഇവിടെ ആരെയും പീഡിപ്പിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന